ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ബ്രെഡ് സാൻഡ്വിച്ച് തയ്യാറാക്കിയാലോ? ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് വേഗം പോയിട്ടൊരു സാൻഡ്വിച്ച് തയ്യാറാക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 സ്പൂണോളം കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ഒരു പകുതി ഉള്ളി ചെറുങ്ങനെ അരിഞ്ഞതാണ്, അതും അതുപോലെ തന്നെ ചെറിയൊരു തക്കാളി എടുത്തിട്ട് ചെറുങ്ങനെ അരിഞ്ഞിട്ട് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മുട്ടയും ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്കെന്ത് ചെയ്യാം, ബ്രെഡ് ഒന്ന് ചൂടാക്കി എടുക്കണം. അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ കഷ്ണം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിലോ ഗീയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബട്ടറാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് എന്താ ചെയ്യുക, നമ്മൾ റൊട്ടി ഇതേപോലെ നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ബ്രെഡ് ഒരു ഭാഗം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മുട്ടേൻ്റെ കൂട്ടുണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ചീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ മൊസല്ല ചീസിലുണ്ട്, ഞാൻ മൊസല്ല ചീസാണ് ചേർത്ത് കൊടുത്തത്. നമ്മൾ ഏത് ചീസാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം. ചീസും കൂടി ഇടുമ്പോൾ സാൻഡ്വിച്ചിന് കുറച്ചൊരു ടേസ്റ്റും കൂടി കൂടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചീസ് ഇല്ലാണ്ട് തന്നെ നമുക്ക് സാൻഡ്വിച്ച് ഇതേപോലെ തന്നെ തയ്യാറാക്കാം. ചീസ് വേണം നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. എൻ്റെ കയ്യിൽ ചീസ് ഉള്ളത് കൊണ്ട് കുറച്ച് ചീസും കൂടി വിതറി കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ സാൻഡ്വിച്ച് ചായ റെഡിയാകുമ്പോൾ തന്നെ നമ്മൾ സാൻഡ്വിച്ച് ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു സാൻഡ്വിച്ചാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.